ഇനി അടുത്ത് പഠിക്കുന്നത് ഓട്ടോ കോറിലേഷൻ്റെ വേറൊരു ഡെഫിനേഷനാണ്. ഈ ഓട്ടോ കോറിലേഷൻ്റെ ഡെഫിനേഷൻ നിങ്ങൾ നേരത്തെ പഠിച്ചു കാണും. ഓട്ടോ കോറിലേഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് R of T1 T2 ആണ്. അപ്പോൾ അതിൻ്റെ പ്രോഡക്റ്റ് ഓഫ് ടു എക്സ്പെക്റ്റേഷൻസ് ആണ്. ഇപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് X of T1 into X of T2 ഇതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് ഓട്ടോ കോറിലേഷനെ. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പം അത് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ഈസി. ഇനി നമുക്ക് ചിലതൊക്കെ ഒന്ന് പ്രൂവ് ചെയ്യാൻ ചിലപ്പോൾ ചോദിക്കും, തിയറം കാണും. അപ്പം അങ്ങനെ വരുന്ന കേസിൽ വേറൊരു ഫോർമുല യൂസ് ചെയ്യണം, അതായിരിക്കും കുറച്ചുകൂടി ഈസി ആയിട്ട് വരുന്നത്. അതാണ് ഓട്ടോ കോറിലേഷൻ. വേറൊരു ഡെഫിനേഷനാണ് another definition for autocorrelation function and cross correlation function. If the process x of t is either SSS or WSS, expectation of x of t into x of t minus tau is equal to expectation of x of t into x of t plus tau. It is a function of tau and it is denoted by RHS tau or R tau. This function R tau is called the autocorrelation function of the process. അപ്പോൾ ഒരു റാൻഡം പ്രോസസ്സ് SS ആയിരിക്കാം അല്ലെങ്കിൽ WSS ആയിരിക്കാം. അങ്ങനെ വന്നാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ടി ഇൻറ്റു എക്സ് ഓഫ് ടി മൈനസ് ടോ എന്നും എഴുതാം, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ടി ഇൻറ്റു എക്സ് ഓഫ് ടി പ്ലസ് ടോ എന്നും എഴുതാം. അപ്പോൾ ഇതെന്തായിരിക്കണം? ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് ടോ ആയിരിക്കണം. ഇതിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് RHS ടോ ഓർ R ടോ. ആ ഫങ്ഷനെ പറയുന്നതാണ് ഈ R ടോ. ആ ഫങ്ഷനെ പറയുന്നതാണ് ഓട്ടോ കോറിലേഷൻ ഫങ്ഷൻ ഓഫ് ദി പ്രോസസ്. ഇനി അതുപോലെ തന്നെയാണ് ജോയിൻലി WSS. ഇഫ് ദി പ്രോസസ് എക്സ് ഓഫ് ടി ആൻഡ് വൈ ഓഫ് ടി ആർ ജോയിൻലി WSS, then the function RXY tau is equal to expectation of x of t into y of t minus tau, and it is called the cross correlation function of the processes xt and y of t. ഇപ്പോൾ ജോയിൻലി WSSൻ്റെ ഡെഫിനിഷനാണ്. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് ക്രോസ് കോറിലേഷൻ ഫംഗ്ഷൻ. അതിൽ രണ്ട് റാൻഡം പ്രോസസ്സ് കാണും, എക്സ് ഓഫ് ടിയും കാണും, വൈ ഓഫ് ടിയും കാണും. പിന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസാണ് ഈ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ്റെ. ഈ പ്രോപ്പർട്ടീസ് ഞാൻ ഈ പ്രൂഫായിട്ട് തന്നിരിക്കുന്നതെല്ലാം എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് R of minus tau equal to R of tau. അപ്പോൾ ദാറ്റ് ഈസ് R of tau ഈസ് എ ഈവൻ ഫംഗ്ഷൻ ഓഫ് tau. നമുക്ക് ഈവൻ ഫംഗ്ഷൻ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ കണ്ടീഷൻസ് അറിയാം. നമ്മൾ പണ്ട് പഠിക്കുന്നതാണ്. ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ എന്താണ്? ഫംഗ്ഷൻ ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് എക്സ് ആയിരിക്കണം, അല്ലേ? അപ്പോൾ നമുക്ക് ബൈ ഡെഫിനിഷൻ ഓട്ടോ കോറിലേഷൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് നമുക്ക് എന്തെന്നറിയാം? R of tau ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ടി ഇൻറ്റു എക്സ് ഓഫ് ടി മൈനസ് ടോ. അപ്പോൾ ടോയ്ക്ക് മൈനസ് ടോ കൊടുക്കുകയാണെങ്കിലോ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ടി ഇൻറ്റു എക്സ് ഓഫ് ടി പ്ലസ് ടോ. ഇത് ആക്ച്വലായിട്ട് എന്താണ്? R of tau തന്നെയാണ്. അപ്പോൾ R of tau ഈസ് ആൻ ഈവൻ ഫംഗ്ഷൻ ഓഫ് tau. ഇനി സെക്കൻഡ് പ്രോപ്പർട്ടിയാണ് മോഡുലസ് R of tau ലെസ് ദാൻ ഓർ ഈക്വൽ ടു R of 0. ദാറ്റ് ഈസ് R of tau ഈസ് മാക്സിമം അറ്റ് tau ഈക്വൽ ടു 0. മോഡുലസ് ആയതുകൊണ്ട് നമ്മൾ സ്ക്വയർ ചെയ്യുകയാണ്. R tau the whole square is equal to, R tauയുടെ ഡെഫിനിഷൻ എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ടി ഇൻറ്റു എക്സ് ഓഫ് ടി മൈനസ് ടോ ദ ഹോൾ സ്ക്വയർ. ഇനി നമ്മളൊരു ഷോർട്ട്സ് ഇൻഇക്വാളിറ്റി ഒരു തിയറം ഉണ്ട്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബൈ ദ ഹോൾ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ സ്ക്വയർ. അപ്പോൾ ഇവിടെ എക്സ് തന്നിരിക്കുന്നത് എക്സ് ഓഫ് ടി ആണ്, വൈ തന്നിരിക്കുന്നത് എക്സ് ഓഫ് ടി മൈനസ് ടോ ആണ്. അപ്പോൾ ബൈ ഡെഫിനേഷൻ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ എഴുതാം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ടി ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ടി മൈനസ് ടോ, അല്ലേ? ടി മൈനസ് ടോ ആണ്. ഇനി എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ടി എന്താണ്? ബൈ ഫസ്റ്റ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ടി എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ടി എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ടി അത് R of tau ആണ്. എക്സ്പെക്റ്റേഷൻ എക്സ് സ്ക്വയർ ടി R of tau ആണ്. അപ്പോൾ ഈ ഇവിടെ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ എക്സ് സ്ക്വയർ ടി ഇൻറ്റു എക്സ്പെക്റ്റേഷൻ എക്സ് സ്ക്വയർ ടി എന്ന് വരും. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ടി ദ ഹോൾ സ്ക്വയർ ആണ്, അല്ലേ? എക്സ്പെക്റ്റേഷൻ എക്സ് സ്ക്വയർ ടി ദ ഹോൾ സ്ക്വയർ. ഇനി എക്സ്പെക്റ്റേഷൻ എക്സ് സ്ക്വയർ ടി എന്ന് പറയുന്ന R of 0 ആണ്. അപ്പോൾ ഈക്വൽ ടു R of 0 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ R of tau ലെസ് ദാൻ ഓർ ഈക്വൽ ടു R of 0 ആണ്. ഈ രണ്ട് പ്രോപ്പർട്ടീസിൻ്റെ പ്രൂഫ് പഠിച്ചിരുന്നാൽ മതി. ഇനി തേർഡ് എന്ന് പറഞ്ഞാൽ റിസൾട്ട് ഒന്ന് അറിഞ്ഞിരിക്കണം. RXY tau ഈക്വൽ ടു RYX മൈനസ് ടോ. ഫോർത്ത് വൺ മോഡുലസ് ഓഫ് RXY tau ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് ഓഫ് RXH 0 ഇൻറ്റു RYY 0. ഫിഫ്ത്ത് വൺ
മോഡുലസ് ആർ എക്സ് വൈ ടോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 ഇൻറ്റു ആർ എക്സ് എറ്റ് 0 പ്ലസ് ആർ വൈ വൈ 0. Sixth one, if expectation of x of t equal to 0 and x of t has no periodic components, then limit tau tends to infinity, r of tau equal to mu h square. ഇനി ഓട്ടോ കോറിലേഷൻ തന്നിട്ടുണ്ടെങ്കിൽ മീൻ കണ്ടുപിടിക്കേണ്ട ഫോർമുലയാണ് ഈ ഫോർമുല എന്നറിഞ്ഞിരിക്കണം. ഇസ് ഇസ് ദ റിസൾട്ട്. Seventh one, x of t and y of t are orthogonal, then r x y tau equal to 0. Eighth one, x of t and y of t are independent, then r x y tau equal to mu x into mu y. And ninth one, expectation of x of t plus tau minus x of t the whole square is equal to 2 into r0 minus r tau. In the first problem ആണ്, suppose x of t is a WSS with r of tau equal to a into e raised to minus alpha into modulus tau. Find the second moment of x8 minus x5. Second moment of x8 minus x5 എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ക്വയർ ചെയ്താൽ മതി. എക്സ്പെക്റ്റേഷൻ ഓഫ് അതിൻ്റെ സ്ക്വയർ ചെയ്താൽ മതി. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് x8 മൈനസ് x5 ദ ഹോൾ സ്ക്വയർ, അത് a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് x സ്ക്വയർ 8 പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് x സ്ക്വയർ 5 മൈനസ് 2 ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് x8 ഇൻറ്റു x5. ഇനി എക്സ്പെക്റ്റേഷൻ ഓഫ് x സ്ക്വയർ ടി നമുക്കറിയാം r0 ആണ്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് x സ്ക്വയർ 8 എന്തായിരിക്കും? r0 ആണ്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ x സ്ക്വയർ 5ഉം r0 ആണ്. പക്ഷേ ഇവിടെ മൈനസ് 2 ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് x8 ഇൻറ്റു x5 ആണ്. അത് x ഓഫ് t1 ഇൻറ്റു x ഓഫ് t2 ആണ്. അത് r ടോ ആണ്. ഈ ടോ എന്ന് പറയുന്ന ടൈം ഡിഫറൻസ് ആണ്. t1 മൈനസ് t2 ആണ്. അപ്പോൾ t1 എന്ന് പറഞ്ഞാൽ 8 തന്നിട്ടുണ്ട്, t2 എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ t1 മൈനസ് t2 എന്തായിരിക്കും? 8 മൈനസ് 5, അപ്പോൾ 3. അതാണ് മൈനസ് 2 ഇൻറ്റു r ഓഫ് 3. ഇനി r0 കണ്ടുപിടിക്കേണ്ടതാണ്. തന്നിരിക്കുന്ന ഓട്ടോ കോറിലേഷൻ r ടോ ഈക്വൽ ടു a ഇൻറ്റു ഇ റേസ് ടു മൈനസ് ആൽഫ ഇൻറ്റു മോഡുലസ് ടോ അല്ലേ. അപ്പോൾ r0 ടോ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ a എന്ന് കിട്ടും. അതുപോലെ വീണ്ടും r0 ഉണ്ട്, അവിടെയും a തന്നെയാണ്. ഇനി r3 ഉണ്ട്, അപ്പോൾ അവിടെ എന്തായിരിക്കും? a ഇൻറ്റു ഇ റേസ് ടു മൈനസ് 3 ആൽഫ. അപ്പോൾ ഇവിടെ നിന്ന് 2a കോമൺ ഫാക്ടർ ആണ് ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് 3 ആൽഫ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദി പ്രോസസ് x of t is normal WSS and expectation of x of t equal to 0. Since show that yes, if zt equal to x square t, then c z tau is equal to 2c square tau. എക്സ്പെക്റ്റേഷൻ ഓഫ് ഇസെറ്റ് എന്ന് പറഞ്ഞ എച്ച് സ്ക്വയർ ടി എന്ന് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ LHS ഉം RHS ഉം എക്സ്പെക്റ്റേഷൻ എടുക്കുവാണ്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് ഇസെറ്റ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എച്ച് സ്ക്വയർ ടി ആണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എച്ച് സ്ക്വയർ ടി എന്താണ്? r0 ആണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എച്ച് ഈസ് WSS. അപ്പോൾ നമ്മൾ റിസൾട്ട് പ്രൂവ് ചെയ്യും. എക്സ് ആൻഡ് വൈ ആർ ജോയിൻ്റ്ലി നോർമൽ വിത്ത് 0 മീൻ ആണെങ്കിൽ ഒരു റിസൾട്ട് ഉണ്ട്. എക്സ്പെക്റ്റേഷൻ ഓഫ് എച്ച് സ്ക്വയർ വൈ സ്ക്വയർ is equal to എക്സ്പെക്റ്റേഷൻ ഓഫ് എച്ച് സ്ക്വയർ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ്പെക്റ്റേഷൻ സ്ക്വയർ ഓഫ് എക്സ് വൈ. അപ്പോൾ എക്സ് ഓഫ് ടിയും എക്സ് ഓഫ് ടി പ്ലസ് ടോയും ജോയിൻ്റ്ലി നോർമൽ ആയതുകൊണ്ട് ആ റിസെറ്റോ എന്താണ്? ആ റിസെറ്റോ എക്സ്പെക്റ്റേഷൻ ഓഫ് ഇസെറ്റ് ടി ഇൻറ്റു ഇസെറ്റ് ടി പ്ലസ് ടോയാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഇക്വേഷൻ 1 എഴുതിയല്ലോ, ആ ഫോർമുല ഉപയോഗിച്ചാണ്. ഇസെറ്റ് ടി നമുക്കറിയാം എച്ച് സ്ക്വയർ ടി ആണ്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എച്ച് സ്ക്വയർ ടി പ്ലസ് ടോ. അപ്പോൾ ആ ഫോർമുല ഉപയോഗിച്ച് എഴുതിയിരിക്കുകയാണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എച്ച് സ്ക്വയർ ടി, എക്സ്പെക്റ്റേഷൻ ഓഫ് എച്ച് സ്ക്വയർ ടി പ്ലസ് ടോ പ്ലസ് 2 ഇൻറ്റു ഇ സ്ക്വയർ എച്ച് ഓഫ് ടി ഇൻറ്റു എച്ച് ഓഫ് ടി പ്ലസ് ടോ. അപ്പോൾ എക്സ്പെക്റ്റേഷൻ എച്ച് സ്ക്വയർ ടി നമുക്കറിയാം, അത് r0 ആണ്. അതുപോലെ എക്സ്പെക്റ്റേഷൻ ഓഫ് എച്ച് സ്ക്വയർ ടി പ്ലസ് ടോയും r0 ആണ്. ഇനി ഇവിടെ ഇ സ്ക്വയർ എച്ച് ഓഫ് ടി ഇൻറ്റു എച്ച് ഓഫ് ടി പ്ലസ് ടോ ഉണ്ടല്ലോ, അത് ആർ എച്ച് ടോ ആണ്. അതാണ് ദ ഹോൾ സ്ക്വയർ എഴുതിയിരിക്കുന്നത്. അപ്പോൾ r0 ഇൻറ്റു r0 പ്ലസ് 2 ഇൻറ്റു ആർ എച്ച് ടോ ദ ഹോൾ സ്ക്വയർ. ഇനി r0 ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ആർ എച്ച് ടോ ദ ഹോൾ സ്ക്വയർ, അത് ഇക്വേഷൻ 2. ഇനി സി ഇസെറ്റ് 2, അത് ആക്ച്വലായിട്ട് നമ്മൾ ആദ്യം ഞാൻ ഡെഫിനേഷനിൽ തന്നിട്ടുണ്ട്. അത് ഓട്ടോ കോവേരിയൻസ് ആണ്. അപ്പോൾ ഓട്ടോ കോവേരിയൻസിൻ്റെ ഫോർമുല ഓട്ടോ കോറിലേഷൻ മൈനസ്
എക്സ്പെക്റ്റേഷൻ സ്ക്വയർ ആണ്, മ്യൂ സ്ക്വയർ ആണ്. അതാണ് സി ഇസെഡ് ഇസെഡ് ടോ ഈക്വൽ ടു ആർ ഇസെഡ് ടോ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് ഇസെഡ് ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ആർ ഇസെഡ് ടോ മൈനസ് എക്സ്പെക്റ്റേഷൻ ഇസെഡ് R0 ആണ്. അപ്പോൾ R0 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ നേരത്തെ ആർ ഇസെഡ് ടോ കണ്ടുപിടിച്ചിട്ടുണ്ട്. R0 ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു RH ടോ ദ ഹോൾ സ്ക്വയർ മൈനസ് R0 ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ R0 ദ ഹോൾ സ്ക്വയർ അങ്ങ് ക്യാൻസലായി. അപ്പോൾ 2 ഇൻറ്റു RH ടോ ദ ഹോൾ സ്ക്വയർ ആണ്. ഇതിപ്പോൾ ഇക്വേഷൻ 2 ഉപയോഗിച്ച്. അപ്പോൾ ഇതിൽ നിന്ന് സി എച്ച് ടോ എന്താണ്? RH ടോ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എച്ച് ദ ഹോൾ സ്ക്വയർ ആണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എച്ച് 0 ആണ്. അപ്പോൾ ഈക്വൽ ടു RH ടോ ആണ്. അപ്പോൾ സി ഇസെഡ് ടോ ഈക്വൽ ടു 2 ഇൻറ്റു ഇനി RH ടോ എന്ന് പറയുന്നത് CHH അല്ലേ, അവിടെ RH ടോ ദ ഹോൾ സ്ക്വയർ അല്ലേ, അപ്പോൾ എന്ത് വരും? 2 ഇൻറ്റു CHH സ്ക്വയർ ടോ. ഈ തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ദി പ്രോസസ് H ഓഫ് T ഈസ് WSS ആൻഡ് നോർമൽ വിത്ത് എക്സ്പെക്റ്റേഷൻ ഓഫ് H ഓഫ് T ഈക്വൽ ടു 0 ആൻഡ് R ഓഫ് ടോ ഈക്വൽ ടു 4 ഇൻറ്റു e raised to minus 2 into modulus tau. Find expectation of h of t plus 1 minus h of t minus 1 the whole square. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ എച്ച് ഓഫ് ടി എന്ന് പറഞ്ഞാൽ WSS എന്ന് പറയുന്നുണ്ട്. WSS ആണ്, നോർമലും ആണ്. ഇനി എക്സ്പെക്റ്റേഷൻ ഓഫ് എച്ച് സ്ക്വയർ എന്ന് പറയുന്നത് നമുക്കറിയാം R0 ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടി ആണ്. ആൻഡ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ സിഗ്മ സ്ക്വയർ എന്തായിരിക്കും വേരിയൻസ്? എക്സ്പെക്റ്റേഷൻ ഓഫ് എച്ച് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എച്ച് ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എച്ച് സ്ക്വയർ മൈനസ് മീൻ 0 എന്ന് തന്നിട്ടുണ്ടല്ലോ, -0. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എച്ച് സ്ക്വയർ നമുക്കറിയാം R0 ആണ്. അപ്പോൾ സിഗ്മ സ്ക്വയർ 4 എന്ന് കിട്ടി. ഇനി നമുക്കവിടെ പ്രൂവ് ചെയ്യേണ്ടത്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ്പെക്റ്റേഷൻ ഓഫ് എച്ച് ഓഫ് ടി പ്ലസ് 1 മൈനസ് എച്ച് ഓഫ് ടി മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ആണ്. അത് a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എച്ച് സ്ക്വയർ ടി പ്ലസ് 1 പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എച്ച് സ്ക്വയർ ടി മൈനസ് 1 മൈനസ് 2 ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എച്ച് ഓഫ് ടി പ്ലസ് 1 ഇൻറ്റു എച്ച് ഓഫ് ടി മൈനസ് 1 ആണ്. ഇപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എച്ച് സ്ക്വയർ ടി പ്ലസ് 1 R0 ആണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എച്ച് സ്ക്വയർ ടി മൈനസ് 1ഉം R0 ആണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എച്ച് ഓഫ് ടി പ്ലസ് 1 ഇൻറ്റു എച്ച് ഓഫ് ടി മൈനസ് 1 ആണെങ്കിൽ ആർ ടോ ആണ്. ടോ എന്ന് പറഞ്ഞാൽ ടൈം ഡിഫറൻസ് ആണ്. ഇവിടെ ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ടി പ്ലസ് 1 തന്നിട്ടുണ്ട്, സെക്കൻഡ് ടൈം ടി മൈനസ് 1 തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ആണ് ടി പ്ലസ് 1 മൈനസ് ഓഫ് ടി മൈനസ് 1 ആണ്. അപ്പോൾ 2 എന്ന് കിട്ടും. ഇതാണ്. ഇനി അവിടെ ഓട്ടോ കോറിലേഷൻ തന്നിട്ടുണ്ട്. 4 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 2 ഇൻറ്റു മോഡുലസ് ടോ ആണ്. അപ്പോൾ R0 എന്ന് പറയുമ്പം 4 ആണ്. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ടോ ഈക്വൽ ടു 0 ആണ്. വീണ്ടും R0 അവിടെയും 4 ആണ്. ഇനി അടുത്ത R2 ആണ്. അപ്പോൾ ടോ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 4 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 4 എന്ന് കിട്ടും. അതാണ് 4 + 4 - 8 ഇ റേസ് ടു മൈനസ് 4. അപ്പോൾ അവിടെ 8 കോമൺ ഫാക്ടർ ആണ്. 1 മൈനസ് ഇ റേസ് ടു മൈനസ് 4. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി മീൻ ആൻഡ് വേരിയൻസ് ഓഫ് ദി സ്റ്റേഷനറി പ്രോസസ് വിത്ത് നോ പീരിയോഡിക് കമ്പോണൻസ് ആൻഡ് ആർ ടോ ഈക്വൽ ടു 125 ടോ സ്ക്വയർ പ്ലസ് 36 ഡിവൈഡഡ് ബൈ 5 ടോ സ്ക്വയർ പ്ലസ് 1. അപ്പോൾ ഇവിടെ ഓട്ടോ കോറിലേഷൻ തന്നിട്ടുണ്ട്. ഈ ഓട്ടോ കോറിലേഷൻ തന്നിട്ടുണ്ടെങ്കിൽ മീൻ കണ്ടുപിടിക്കേണ്ട ഫോർമുല ഞാൻ നേരത്തെ പ്രോപ്പർട്ടീസിൽ തന്നിട്ടുണ്ടായിരുന്നു. മ്യൂ എച്ച് സ്ക്വയർ ഇസ് ഈക്വൽ ടു ലിമിറ്റ് ടോ ടെൻസ് ടു ഇൻഫിനിറ്റി ആർ ടോ ആണ്. അപ്പോൾ ഇവിടെ ആർ ടോ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ 125 ടോ സ്ക്വയർ നമുക്ക് അവിടെ ന്യൂമറേറ്ററിൽ നിന്ന് കോമൺ ഫാക്ടർ എടുക്കാമല്ലോ. അപ്പോൾ 1 + 36/125 ടോ സ്ക്വയർ എന്ന് വരും. അതുപോലെ ഡിനോമിനേറ്ററിൽ നിന്ന് ഒരു 5 ടോ സ്ക്വയർ കോമൺ ഫാക്ടർ എടുക്കാം. അപ്പോൾ 1 + 1/5 ടോ സ്ക്വയർ എന്ന് വരും. അപ്പോൾ മ്യൂ സ്ക്വയറിൻ്റെ ഫോർമുല എന്താണ്? ലിമിറ്റ് ടോ ടെൻസ് ടു ഇൻഫിനിറ്റി ആർ ടോ ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 25 എന്നാണ്. അപ്പം മ്യൂ എന്ന് പറയുന്നത് 5 ആയിരിക്കും ഇല്ലേ, സ്ക്വയർ റൂട്ട്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എച്ച് സ്ക്വയർ ആണെങ്കിൽ നമുക്കറിയാം R0 ആണ് അല്ലേ, R0. അപ്പോൾ ടോയ്ക്ക് 0 കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് 36 എന്ന് കിട്ടും. 36 ടോയ്ക്ക് 0 കൊടുത്താൽ. അതുപോലെ സിഗ്മ സ്ക്വയർ വേരിയൻസ് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് എച്ച് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എച്ച് ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ 36 - 25 = 9. ഈ ക്വസ്റ്റ്യൻ വേറൊരു രീതിയിലും ചെയ്യാം. ന്യൂമറേറ്റർ ഡിഗ്രി നോക്കുവാണെങ്കിൽ 2 അല്ലേ, ഡിനോമിനേറ്റർ ഡിഗ്രി നോക്കുവാണെങ്കിലും 2 ആണ്. അപ്പോൾ രണ്ടിനും ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഡിവൈഡ് ചെയ്യാം ഈക്വൽ ആയതുകൊണ്ട് രണ്ടിൻ്റെ ഡിഗ്രി. അപ്പോൾ 125 ടോ സ്ക്വയർ പ്ലസ് 36 ഡിവൈഡഡ് ബൈ 5 ടോ സ്ക്വയർ പ്ലസ് 1 എഴുതി. അപ്പോൾ 125 കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? 5ൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം, 25 മൾട്ടിപ്ലൈ ചെയ്യണം.
അപ്പോൾ 125 ടോ സ്ക്വയർ പ്ലസ് 25 എന്ന് കിട്ടും അല്ലേ. ഇനി അവിടെ മൈനസ് ചെയ്യുന്നതാണ്, അപ്പോൾ 11 എന്ന് വരും. നമുക്ക് കിട്ടുന്നത് 25 പ്ലസ് 11/5 ടോ സ്ക്വയർ പ്ലസ് 1 ആണ്. അപ്പോൾ വീണ്ടും യു സ്ക്വയർ എന്ന് പറഞ്ഞ ഫോർമുല എന്താണ്? ലിമിറ്റ് ടോ ടെൻസ് ടു ഇൻഫിനിറ്റി ആർ ടോയാണ്. അപ്പം ടോയ്ക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പം നമുക്ക് 25 എന്ന് കിട്ടും. അപ്പം മ്യൂ എന്ന് പറയുന്നത് 5 ആണ്. ഇനി എക്സ്പെക്റ്റേഷൻ ഓഫ് എച്ച് സ്ക്വയർ എന്താണ്? R0 അല്ലേ. അപ്പോൾ 36. അപ്പോൾ സിഗ്മ സ്ക്വയർ എന്താണ്? 36 മൈനസ് 25, അപ്പോൾ 9 എന്ന് നമുക്ക് കിട്ടും. എങ്ങനെയായാലും സെയിം ആൻസർ തന്നെ വരും. ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. If x of t is a WSS process with autocorrelation function Rxh tau and if y of t equal to x of t plus a minus x of t minus a, show that Ry by tau is equal to 2 into Rxh tau minus Rxh t plus 2a minus Rxh t minus 2a. ഇനി ബൈ ഡെഫിനിഷൻ Rxh tau നമുക്കറിയാം എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ടി ഇൻറ്റു എക്സ് ഓഫ് ടി പ്ലസ് ടോ ആണ്. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് വൈ ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഓഫ് ടി പ്ലസ് എ മൈനസ് എക്സ് ഓഫ് ടി മൈനസ് എ ആണ്. ഇനി LHS നോക്കണം. LHS തന്നിരിക്കുന്നത് Ry ടോ ആണ്. ശരിക്കും Ry ടോ എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ഓഫ് ടി ഇൻറ്റു വൈ ഓഫ് ടി പ്ലസ് ടോ ആണ്. ഇപ്പോൾ എന്ത് ചെയ്തു? വൈ ടി തന്നിട്ടുണ്ടല്ലോ. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ടി പ്ലസ് എ മൈനസ് എക്സ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു എക്സ് ഓഫ് ടി പ്ലസ് എ പ്ലസ് ടോ മൈനസ് എക്സ് ഓഫ് ടി മൈനസ് എ പ്ലസ് ടോ. ഇനി രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. എക്സ് ഓഫ് ടി പ്ലസ് എ ഇൻറ്റു എക്സ് ഓഫ് ടി പ്ലസ് എ പ്ലസ് ടോ മൈനസ് എക്സ് ഓഫ് ടി പ്ലസ് എ ഇൻറ്റു എക്സ് ഓഫ് ടി മൈനസ് എ പ്ലസ് ടോ മൈനസ് എക്സ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു എക്സ് ഓഫ് ടി പ്ലസ് എ പ്ലസ് ടോ പ്ലസ് എക്സ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു എക്സ് ഓഫ് ടി മൈനസ് എ പ്ലസ് ടോ. ഫസ്റ്റും ലാസ്റ്റും ഒന്നും ചെയ്യേണ്ട. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ആർ ടോ എന്ന് പറഞ്ഞ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ടി ഇൻറ്റു എക്സ് ഓഫ് ടി പ്ലസ് ടോ ആണ്. അവിടെ ടി കിടക്കുന്നത് ടി പ്ലസ് എ ആണ്. അപ്പോൾ ടി പ്ലസ് എ പ്ലസ് ടു. അപ്പോൾ ഫസ്റ്റ് ലാസ്റ്റ് ആണെങ്കിൽ ടി മൈനസ് എ ആണ്, അടുത്ത് ടി മൈനസ് എ പ്ലസ് ടു. അപ്പോൾ ഫസ്റ്റും ലാസ്റ്റും ഒന്നും ചെയ്യേണ്ട. സെക്കൻഡും തേർഡും ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ടി പ്ലസ് എ പ്ലസ് ടോയിനെ നമുക്ക് എഴുതാം ടി മൈനസ് എ പ്ലസ് 2a പ്ലസ് ടോ. അതുപോലെ ടി മൈനസ് എ പ്ലസ് ടോയിനെ നമുക്ക് എഴുതാം ടി പ്ലസ് എ മൈനസ് 2a പ്ലസ് ടോ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. Ry ടോ ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ടി പ്ലസ് എ ഇൻറ്റു എക്സ് ഓഫ് ടി പ്ലസ് എ പ്ലസ് ടോ മൈനസ് എക്സ് ഓഫ് ടി പ്ലസ് എ ഇൻറ്റു എക്സ് ഓഫ് ടി പ്ലസ് എ മൈനസ് 2a പ്ലസ് ടോ മൈനസ് എക്സ് ഓഫ് ടി മൈനസ് എ എക്സ് ഓഫ് ടി മൈനസ് എ പ്ലസ് 2a പ്ലസ് ടോ പ്ലസ് എക്സ് ഓഫ് ടി മൈനസ് എ എക്സ് ഓഫ് ടി മൈനസ് എ പ്ലസ് ടോ. ഇനി ചെറിയൊരു സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഇസഡിന് ടി പ്ലസ് എ എന്നും യുവിന് ടി മൈനസ് എ എന്നും കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? Ry ടോ ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ഇസഡ് ഇൻറ്റു എക്സ് ഓഫ് ഇസഡ് പ്ലസ് ടോ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ഇസഡ് ഇൻറ്റു എക്സ് ഓഫ് ഇസഡ് മൈനസ് 2a പ്ലസ് ടോ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് യു ഇൻറ്റു എക്സ് ഓഫ് യു പ്ലസ് 2a പ്ലസ് ടോ പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് യു ഇൻറ്റു എക്സ് ഓഫ് യു പ്ലസ് ടോ. ഇപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് ഇസഡ് ഇൻറ്റു ഇസഡ് പ്ലസ് എക്സ് ഓഫ് ഇസഡ് പ്ലസ് ടോ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ഇസഡ് ഇൻറ്റു എക്സ് ഓഫ് ഇസഡ് പ്ലസ് ടോ മൈനസ് 2a മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് യു ഇൻറ്റു എക്സ് ഓഫ് യു പ്ലസ് ടോ പ്ലസ് 2a പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് യു ഇൻറ്റു എക്സ് ഓഫ് യു പ്ലസ് ടോ. അപ്പോൾ ഫസ്റ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ഇസഡ് ഇൻറ്റു എക്സ് ഓഫ് ഇസഡ് പ്ലസ് ടോ അത് Rxh ടോ ആണ്. അതുപോലെ ഇസഡും ഇസഡ് പ്ലസ് ടോ മൈനസ് 2a ആണ്. അപ്പോൾ Rxh ഓഫ് ടോ മൈനസ് 2a മൈനസ് Rxh ഓഫ് ടോ പ്ലസ് 2a പ്ലസ് Rxh ഓഫ് ടോ. പിന്നെ Rxh ടോയും Rxh ടോയും കൂടെ എത്ര വരും? 2Rxh ടോ മൈനസ് Rxh ഓഫ് ടോ പ്ലസ് 2a മൈനസ് Rxh ഓഫ് ടോ മൈനസ് 2a. ഇതാണ് RHS.